ഈ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പിന് പോകുന്ന സമയത്ത് പ്രതി ഈ പറയുന്നത് അവൻ കുളത്തിൽ നിന്ന് കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തി. അവൻ കുതിര എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അവനെ ചവിട്ടി താഴ്ത്തിയതിന് ശേഷം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രതിയെ പിന്നീട് പോലീസ് വന്ന് കണ്ടെത്തുകയും പ്രതിയുമായിട്ട് പോലീസ് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിന് പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടി രോഷാകുലരായിട്ട് അവനെ ഞങ്ങൾക്ക് വിട്ടുതാ സാറേ, ഞങ്ങൾ അവനെ തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിപ്ലവം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാട്ടുകാർ പോലീസിനെ മീഡിയയെ കാണുമ്പോഴല്ല ഈ പറയുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടത്. നമ്മൾ പല വീഡിയോയിലും പല പ്രശ്നങ്ങളിലും കണ്ടതാണ്. നാട്ടുകാർ ഭയങ്കര വിപ്ലവമായിരിക്കും പോലീസുകാരും മീഡിയയും വരുമ്പോൾ. കാരണം അവർ പ്രതികൾ അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോകത്തില്ല, അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് അവർക്കറിയാം. അതേസമയം ഇതേ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ ഒന്നും ചെയ്യാനുണ്ടാകത്തില്ല. ചെന്താമരയുടെ വിഷയമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഒരാൾ ഒരു വിഷയം ചെയ്യാനായിട്ട് അല്ല ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകത്തില്ല. അന്നേരത്തെ ഒരു പ്രഹസനം മാത്രമാണ് ഈ നാട്ടുകാരാണെങ്കിൽ ചെയ്യുന്നത്. എനിക്ക് ആ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ആർജവം, ഇവനെ നേരത്തെ ജുവനൈൽ ഹോമിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി ആയിരുന്നു, പിന്നീട് അതിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ്, എന്നിട്ടാണ് വീണ്ടും